പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചൊവ്വാഴ്ച ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ, അതായത് മറ്റന്നാൾ 13-ാം തീയതി വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണെന്ന കാര്യം അറിയാമല്ലോ അല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിലെ നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ കൂട്ടായ്മയിൽ ധ്യാനിക്കുന്നത് അത് എഫേസസ് ലേഖനം 5-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളാണ്. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. എന്നിട്ട് പറയാണ്, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. നോക്കൂ, അന്ധകാരത്തിൻ്റെ, അതായത് പിശാച് പ്രേരണ നൽകുന്ന നിഷ്ഫലം, ആ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ല. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുറേ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് വന്നു, അവന് 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, നമ്മളുടെ വൺ ഡേ കൺവെൻഷൻ വന്ന് പരിചയമായിട്ടുള്ളതാണ്. അവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ ഗെയിംസിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അച്ഛാ, എപ്പോഴും ഗെയിംസ് കളിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ അവൻ ചോദിച്ചു, ഗെയിംസ് കളിച്ചിട്ട് നിനക്ക് എന്ത് തോന്നും? എല്ലാ സമയം പോയി, ആകെ മനസ്സിനൊരു സ്വസ്ഥതയില്ലേ, പഠിക്കേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയം എല്ലാം പോയി വെച്ചാൽ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതാണ് പ്രിയ സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേതായ രീതിയിൽ, യുവാക്കന്മാർക്ക് യുവാക്കന്മാരുടേതായ രീതിയിൽ, പ്രായമായവർക്ക് പ്രായമായവരുടേതായ രീതിയിൽ, ആത്മീയ തലത്തിൽ നിൽക്കുന്നവർക്ക് അവരുടേതായ രീതിയിൽ. പ്രിയ സഹോദരങ്ങളെ, ഈ അന്ധകാര പിശാച് നമ്മെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് നിർബന്ധിക്കും. അപ്പോൾ ദൈവവചനം പറയണം, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അതിനോട് ചേർന്ന് നിൽക്കുകയല്ല വേണ്ടത്, പകരം അവയെ കുറ്റപ്പെടുത്തണം. പിന്നെ ഒരു ഫൈറ്റ്, ഒരു ഇൻറ്റേർണൽ ഫൈറ്റ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ നടക്കണം. നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു കൃപ എല്ലാ വിശുദ്ധർക്കും ഉണ്ടായിരുന്ന കൃപയാണിത്. ഇത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിഞ്ഞ് അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കലാണ്. നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ഇത് കേൾക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയണം കേട്ടോ. അതുപോലെ വ്യാഴാഴ്ച വരുന്ന വ്യാഴം നമ്മുടെ കടബാധ്യതയിൽ പെട്ട് തകർന്നടിഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 7 ആഴ്ചയിലെ പ്രാർത്ഥനാ ശുശ്രൂഷയിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലയിൽ ബാധ്യതയിലൊക്കെ പെട്ട് നട്ടം തിരിയുന്ന മക്കളെ പ്രത്യേകമായിട്ട് യേശു നാമത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, വഴികൾ കർത്താവ് തുറക്കും. ഹല്ലേലൂയ. പിന്നെ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ താമസിച്ചുള്ള ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങളൊരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അതിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും കർത്താവ് വലിയ കൃപ വർഷിക്കണമേ, വലിയ വഴികൾ വെട്ടി തുറക്കണമേ. എത്ര നിരാശപ്പെട്ട അവസ്ഥയിൽ കടന്നു വരുന്ന വ്യക്തിയാണെങ്കിലും യേശു വരെ തൊടണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.